ഈ രാത്രി സമയത്ത് ഈ പാലത്തിലൂടെ ഓടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഓടിക്കടക്കാൻ പോവുകയാണ്. അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ന്യൂ ഹോപ്പ്. തീർച്ചയായിട്ടും ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ്. പുതിയൊരു നാട്ടിൽ പോയി വരാം. ഹൈ ഡിയേഴ്സ്, ഞങ്ങളിപ്പോൾ ഫിലാഡൽഫിയയിലെ ന്യൂ ഹോപ്പ് എന്ന് പറയുന്ന ചെറിയ ഒരു പട്ടണത്തിലാണ്. ഇപ്പോൾ രാത്രി 12:30 ഇവിടുത്തെ സമയം. ന്യൂ ഹോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും രസകരമായ കാഴ്ച ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു പാലമാണ്. ഈ പാലം ആക്ച്വലി 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. പെൻസിൽവേനിയയും ന്യൂജേഴ്സിയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ലാംബർട്ട്വിൽ ന്യൂ ഹോപ്പ് ബ്രിഡ്ജ്. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് ന്യൂജേഴ്സിയാണ്. ഈ സൈഡിൽ കാണുന്നത് പെൻസിൽവാനിയാണ്. നമ്മൾ മുന്നിൽ കാണുന്ന റിവർ ആണ് ഡെലവെയർ റിവർ. 1849 അത് ഒരു വുഡൻ ബ്രിഡ്ജായിട്ട് ആദ്യം അത് ബിൽറ്റ് ചെയ്തത്. 1904 ആ ബ്രിഡ്ജ് ഇന്ന് കാണുന്ന സ്റ്റീൽ ഫ്രെയിമിൽ അത് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ വരാം, നിങ്ങളോട് ഞാൻ പോയിട്ടിരാം, പെട്ടെന്ന് വരാം. ഈ രാത്രി സമയത്ത് ഈ പാലത്തിലൂടെ ഓടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഓടിക്കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ന്യൂ ജേഴ്സിയിലാണ്. അതായത് ഒരു പാലം ഓടിക്കടന്ന് നമ്മൾ പെൻസിൽവാനിയയിൽ നിന്ന് ന്യൂ ജേഴ്സിയിൽ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി വീണ്ടും തിരിച്ചു പോയാലേ പറ്റുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കൾ തമ്പി ആൻ്റണിയും മാർഷലും അവിടെ നമുക്ക് പെൻസിൽവാനിയയിൽ വെയിറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഒന്നുകൂടി ഓടിത്തന്നെ ഞാൻ ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ഈ പാലത്തിനപ്പുറത്ത് കാണുന്ന ഈ റെസ്റ്റോറൻറ്റ്സ് എല്ലാം പെൻസിൽവാനിയയിലുള്ളതാണ്. ഫിലാഡൽഫിയയിലെ ന്യൂ ഹോപ്പ് എന്ന സ്ഥലത്ത് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ന്യൂ ഹോപ്പ്.
ഇതൊരു തീർച്ചയായിട്ടും ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ് ഈ സ്ഥലം. ഈ ന്യൂ ഹോപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ ആക്ച്വലി ഈ ഹാലോവീൻ രാത്രിയാണ്. സമയം ഏകദേശം 12:30 1 മണിയോട് അടുത്തായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് ഈ പുറത്തൊക്കെ തിരക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടുത്തെ പബ്ബുകളിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ചിലരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴും. ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഈ ഫിലാഡൽഫിയയിലുള്ള ഞങ്ങളുടെ സുഹൃത്ത് മാർഷലാണ്. പക്ഷേ മാർഷൽ ഈ വീഡിയോയിൽ വരാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. വളരെ ഒരു പ്രൈവറ്റ് പേഴ്സണാണ്. അതുകൊണ്ടാണ് മാർഷലിനെ നമ്മുടെ വീഡിയോകളിലൊന്നും കാണിക്കാത്തത്. ഇത് ഇവിടുത്തെ ഒരു ഫിലിം തിയേറ്ററാണ് കേട്ടോ. അവിടെ ഒരു ഹൊറർ ഫിലിമാണ് ഇപ്പോഴ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത്തരം ചെറിയ ചെറിയ ടൗണുകളാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ലോസ് ഏഞ്ചൽസോ അല്ലെങ്കിൽ ടൈം സ്ക്വയറോ ഒന്നുമല്ല. ഇത്തരം ചെറിയ ചെറിയ ടൗണുകളിലാണ് നമ്മൾ അമേരിക്കൻ ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്പർശം യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇതാണ് ദി ലൈഫ് ഓഫ് റിയൽ അമേരിക്ക.